ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന് ശേഷം തൊട്ടതെല്ലാം തകർന്നു പോകുന്ന കാഴ്ച. അഭിനയ പാടവത്തേക്കാൾ അയാളിലെ താരമൂല്യത്തിലേക്ക് മാത്രമായി സിനിമകൾ ഒതുങ്ങിപ്പോയെന്ന കുറ്റപ്പെടുത്തലുകൾ, ആ സ്റ്റാർഡം തുടർ പരാജയങ്ങളിലൂടെ അയാളിൽ നിന്ന് അകലുമെന്ന മുൻവിധികൾ. ബാഹുബലിയുടെ രണ്ടാം ഭാഗത്തിന് ശേഷം പ്രഭാസ് നേരിട്ട വിമർശനങ്ങളാണിതെല്ലാം. ബാഹുബലി എന്ന ബെഞ്ച്മാർക്ക് ക്യാരക്ടർ തന്നെയായിരുന്നു അതിനുള്ള കാരണവും. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പണം വാരി ചിത്രത്തിലെ നായകനെ തേടി അപ്പോഴും നിർമ്മാതാക്കളും സംവിധായകരും എത്തിയിരുന്നു. അങ്ങനെ സംഭവിച്ചതാണ് സാഹോ, രാധേശ്യാം, ആദിപുരുഷ് തുടങ്ങിയവയെല്ലാം. എന്നാൽ ഈ സിനിമകളെല്ലാം ഒന്നിനു പിറകെ ഒന്നൊന്നായി പരാജയമായി. സാഹോ 450 കോടിക്ക് മുകളിൽ നേടിയെങ്കിലും അതിനായി ചിലവിട്ടത് 350 കോടിക്ക് മുകളിലാണെന്നത് അതിനെ പരാജയ ലിസ്റ്റിലേക്ക് എത്തിക്കുന്നു. പിന്നീടെത്തിയ രാധേശ്യാം ഒരു ബോക്സ് ഓഫീസ് ബോംബായി മാറി. അതിനുശേഷം എത്തിയ ആദിപുരുഷനും അയാളെ രക്ഷിക്കാനായില്ല. ചിത്രത്തിലെ VFX വർക്കുകൾ മെറ്റീരിയലായി മാറി. ആകെ മൊത്തം ട്രോളുകൾ പ്രഭാസിനെ വേട്ടയാടി. പണ്ടും കഥകൾ സെലക്ട് ചെയ്യുന്നതിൽ പ്രഭാസിന് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് അയാളുടെ കരിയറിനെ നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്തിരുന്നു. അല്ലു അർജുൻ്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ ആര്യയ്ക്ക് ആദ്യം നറുക്ക് വീണത് പ്രഭാസിനായിരുന്നു. പക്ഷേ വേണ്ടെന്ന് വെച്ചു. തന്നോട് കഥ പറഞ്ഞ രാജമൗലിയോടും അയാൾ സമ്മതം മൂളിയില്ല. ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് ചെയ്ത ചിത്രങ്ങൾ സിനിമാ ആസ്വാദകർക്കിടയിൽ വലിയ ചലനമുണ്ടാക്കിയതുമില്ല. തുടർ പരാജയങ്ങൾ അയാളിൽ തിരിച്ചറിവിന് കാരണമായി. വീണ്ടും ഒരു അവസരം വന്നപ്പോൾ യാതൊരു സങ്കോചവുമില്ലാതെ രാജമൗലിക്ക് കൈകൊടുത്തു. അങ്ങനെ സംഭവിച്ച ഛത്രപതി സൂപ്പർ ഹിറ്റ്. വർഷങ്ങൾക്കിപ്പുറം അവർ വീണ്ടും ഒന്നിച്ചപ്പോഴാണ് പ്രഭാസിന് കരിയറിലെ തന്നെ ബെസ്റ്റ് ക്യാരക്ടർ ലഭിക്കുന്നത്. ബോളിവുഡിനെ പിന്നിലാക്കി തെലുങ്ക് സിനിമകളുടെ ബോക്സ് ഓഫീസ് തേരോട്ടത്തിന് തുടക്കമിട്ട ബാഹുബലി. പ്രഭാസിൻ്റെതിനൊപ്പം ഇന്ത്യൻ സിനിമയുടെ കൂടി തലവര മാറ്റിയ ബാഹുബലിക്ക് ശേഷമുള്ള 6 വർഷക്കാലം അയാളെ വല്ലാതെ വേട്ടയാടി. 2023 ആദിപുരുഷ് കൂടി പരാജയമായതോടെ തിരിച്ചുവരവിനുള്ള കാത്തിരിപ്പ് തുടരേണ്ടി വരുമെന്ന സ്ഥിതിയായി. പ്രേക്ഷകർ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ബാഹുബലിക്കൊപ്പമോ അതിൻ്റെ മുകളിലോ നിൽക്കുന്ന സിനിമകളാണ്. അങ്ങനെ ഇരിക്കെയാണ് അതേ വർഷം തന്നെ ഡിസംബറിൽ സലാർ എത്തുന്നത്. രാജമൗലി ചിത്രത്തിൻ്റെ മുകളിൽ വയ്ക്കാനില്ലെങ്കിലും പ്രേക്ഷകർക്ക്, പ്രഭാസ് ആരാധകർക്ക് ആർത്തുല്ലസിക്കാനും ആഘോഷിക്കാനുമുള്ള കഥാപാത്രമായിരുന്നു പ്രശാന്ത് നീൽ അവതരിപ്പിച്ച ദേവ. 2 ഉറ്റ സുഹൃത്തുക്കൾ ബദ്ധവൈരികളാകുന്ന കഥയെ പ്രശാന്ത് നീൽ തൻ്റെ സ്വതസിദ്ധ ശൈലിയിൽ പറഞ്ഞു വെച്ചപ്പോൾ പ്രഭാസ് തൻ്റെ കഥ കൂടി അവിടെ തിരുത്തി കുറിക്കുകയായിരുന്നു. സ്ക്രീനുകളെ തീപിടിപ്പിക്കുന്ന പ്രഭാസിൻ്റെ അന്യായ സ്ക്രീൻ പ്രസൻസ് വർഷങ്ങൾക്കിപ്പുറം കണ്ട സിനിമ കൂടിയായി മാറി സലാർ. വേൾഡ് വൈഡായി 617 കോടിക്ക് മുകളിൽ നേടിയ ചിത്രത്തിലൂടെ തൻ്റെ സ്റ്റാർഡം എവിടെയും പോയിട്ടില്ലെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. സൂപ്പർ ഹിറ്റിന് ശേഷം എത്തിയ സൂപ്പർ താര ചിത്രമായിരുന്നു കൽക്കി. അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ദീപിക പദുക്കോൺ, വിജയ് ദേവരകൊണ്ട തുടങ്ങി വമ്പൻ താരനിരയിലെത്തിയ ചിത്രം ആഗോളതലത്തിൽ 1000 കോടിക്ക് മുകളിൽ നേടി. പതിഞ്ഞ താളത്തിൽ തുടങ്ങി ക്ലൈമാക്സിൽ ആളിക്കത്തിയ പ്രഭാസ് ചിത്രം കയ്യടി വാങ്ങിക്കൂട്ടി. മിത്തോളജിക്കൽ ക്യാരക്ടറുകൾ അവതരിപ്പിക്കുമ്പോഴുള്ള പ്രഭാസിൻ്റെ ഓറയും സ്റ്റൈലും കൽക്കിയുടെ ക്ലൈമാക്സിലും പ്രകടമായിരുന്നു. 2025 കണ്ണപ്പയിലൂടെ ക്യാമിയോ റോളിലാണ് പ്രഭാസ് സ്ക്രീനിലെത്തിയിട്ടുള്ളത്. ഈ വർഷം നായകനായി ഒരു സിനിമയാണ് പുറത്തിറങ്ങാനുള്ളത്. മാരുതി എഴുതി സംവിധാനം ചെയ്യുന്ന ഹൊറർ കോമഡി ചിത്രം രാജാസാബാണത്. ബിഗസ്റ്റ് ഹൊറർ ഫാന്റസി എവർ ഇൻ ഇന്ത്യൻ സിനിമയെന്ന അവകാശവാദവുമായി എത്തുന്ന രാജാസാബ് ഡിസംബർ 5-നാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. തമന്നാണ് ചിത്രത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത്. പ്രഭാസിന് പുറമെ സഞ്ജയ് ദത്ത്, മാളവിക മോഹനൻ എന്നിവരും സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. സീതാരാമം എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം ഹനു രാഘവപുടിയുടെ സംവിധാനത്തിലെത്തുന്ന ചിത്രവും പ്രഭാസിൻ്റെ അപ്കമിംഗ് ലിസ്റ്റിലുണ്ട്. ബോളിവുഡ് താരം അനുപം ഖേറും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു. പീരിയഡ് ഡ്രാമയായെത്തുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. അനിമലിന് ശേഷം സന്ദീപ് റെഡ്ഡി വാങ്ക ഒരുക്കുന്ന സ്പിരിറ്റിലും പ്രഭാസാണ് നായകൻ. അടുത്ത വർഷം റിലീസ് ചെയ്യുന്ന ചിത്രത്തിൽ ദീപിക പദുക്കോണിനെ മാറ്റി തൃപ്തി ദിമ്രിയെ കാസ്റ്റ് ചെയ്തത് വിവാദമായിരുന്നു. ദിവസം 8 മണിക്കൂർ ജോലി സമയം, ഉയർന്ന പ്രതിഫലം, തെലുങ്കിൽ സംഭാഷണം പറയില്ല തുടങ്ങിയ ഡിമാൻഡുകൾ ദീപിക മുന്നോട്ട് വെച്ചെന്നായിരുന്നു റിപ്പോർട്ടുകൾ. സിനിമാ മേഖലയിൽ നിന്ന് ഇതിനെ എതിർത്തും അനുകൂലിച്ചും നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഈ സിനിമകൾ കൂടാതെ സലാറിൻ്റെയും കൽക്കിയുടെയും 2ാം ഭാഗവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഈ സിനിമകൾക്കെല്ലാമുള്ള പ്രതീക്ഷകൾ വളരെ വലുതുമാണ്. 2015 വരെ, ബാഹുബലി വരെ പ്രഭാസിനെ ചൂണ്ടിക്കാണിക്കാൻ വലിയ ആരാധക പിന്തുണയൊന്നും ഉണ്ടായിരുന്നില്ല. ടോളിവുഡിന് അപ്പുറത്തേക്ക് ആ പേര് അത്ര ശബ്ദത്തിൽ മുഴങ്ങി കേട്ടിട്ടുമില്ല. എന്നാൽ 10 വർഷങ്ങൾക്കിപ്പുറം അതല്ല സ്ഥിതി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ താരമൂല്യമുള്ള നടനായി അയാൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അതും ഈ രാജ്യം കണ്ട ലെജൻഡറി സൂപ്പർ സ്റ്റാറുകൾക്കുള്ള അത്ര തന്നെ വലിയ ഫാൻ ബേസോടെ. വരാനിരിക്കുന്ന 3-4 വർഷങ്ങൾ പ്രഭാസ് ബിസിയാണ്. മാസും ക്ലാസും കോമഡിയുമെല്ലാം ഈ വർഷങ്ങളിൽ കടന്നു വരും. കാത്തിരിക്കാം തിരകളെ തീപിടിപ്പിക്കുന്ന പ്രഭാസ് സിനിമകൾക്കായി.